ഹായ്, എൻ്റെ പേര് ദീപിക. ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. നമുക്കറിയാം ഇപ്പോൾ വേനൽക്കാലം കടുത്തു വരുവാണ്. എന്നിരുന്നാൽ പോലും ചില ദിവസങ്ങളിൽ നമുക്ക് വേനൽ മഴയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സ്ഥലം കൊല്ലത്താണ്. ഞങ്ങൾക്ക് ഇന്നലെ രാത്രി വേനൽ മഴ കിട്ടിയിരുന്നു. എൻ്റെ ബ്രദർ ജോലി കഴിഞ്ഞ് ഇന്നലെ നൈറ്റ് വരുന്ന വഴിക്ക് ഒരു അങ്കിള് റോഡിൽ വീണ് കിടക്കുന്ന കണ്ടു. അപ്പം ആശുപത്രി കൊണ്ടുപോയപ്പോൾ പുള്ളിക്ക് നട്ടെല്ലും പൊട്ടലുണ്ട്. ആ വണ്ടി ആക്സിഡൻ്റ് അല്ലായിരുന്നു, പക്ഷേ തെറ്റലുള്ളൊരു സ്ഥലത്ത് സ്കിഡായി വീണതായിരുന്നു. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവർ സ്പീഡ് വഴിയൊക്കെ ആയിരിക്കും. ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ സാധാ സ്പീഡിൽ പോയാലും തെന്നലൊക്കെ ഉള്ള വഴിയാണെങ്കിൽ നമുക്ക് സ്കിഡായി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. വേനൽക്കാലമായതുകൊണ്ട് നമ്മളങ്ങനെ മഴ എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെള്ളം കെട്ടിക്കിടപ്പുണ്ടെങ്കിലൊക്കെ നമ്മളത് ശ്രദ്ധിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് സ്പീഡൊക്കെ കുറച്ച് എല്ലാവരും വണ്ടി ഓടിക്കുക. പിന്നെ പൊതുവേ ഇപ്പോൾ വേനൽക്കാലം കടുത്ത് വരുന്ന സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ജീവികളെയും കൂടെ കൺസിഡർ ചെയ്യണം. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യണം. നമുക്ക് പോസിബിളായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിന് ചുറ്റിൽ പാത്രത്തിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിരുന്നാൽ അവർക്ക് ഭയങ്കര ഉപയോഗമായിരിക്കും. കിളികളും മണ്ണാനൊക്കെ വന്നവർ കുടിച്ചോളും. പിന്നെ അങ്ങനെ വെക്കുന്ന വെള്ളം 1-2 ദിവസം കൂടുമ്പോൾ മാറ്റാനും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കൊതുകൊക്കെ മുട്ടയിട്ട് ഭയങ്കര പ്രശ്നമാവും. പിന്നെ നിങ്ങളുടെ വീട് അല്ലെങ്കിൽ കട റോഡ് സൈഡിലുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒഴിഞ്ഞ മൂലയിലായിട്ട് പാത്രത്തിലൊക്കെ വെള്ളം വെച്ചിരുന്നാൽ തെരുവ് പട്ടികൾക്കും പൂച്ചകൾക്കും ഒക്കെ കുടിക്കാൻ പറ്റും. എനിക്കറിയാം ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല തെരുവ് പട്ടികളും പൂച്ചകളൊക്കെ അവർക്ക് ഫുഡോ ഇതൊക്കെ കൊടുക്കാൻ. ഞാനതിന് ഒന്നും പറയുന്നില്ല, കാരണം അതൊരു വലിയ ടോപ്പിക്കാണ്. ഞാനതിപ്പോൾ പറയുന്നില്ല. ഒന്നാലോചിച്ചാൽ മതി, ജീവനുള്ള എല്ലാ ജീവികൾക്കും വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല വിശപ്പോ ദാഹമോ. പിന്നെ ആ പാവം ജീവികൾ അവരൊന്നും കിട്ടാത്തതുകൊണ്ട് അവരെങ്ങനെ പിടിച്ചു നിൽക്കും. നമുക്ക് അത്ര പോലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഇതൊന്നുമില്ലാതെ. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വെള്ളമെങ്കിലും വെക്കുക. ഫുഡ് എല്ലാവരും വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ചിലവർക്ക് ഭയങ്കര ഇനിയിപ്പോൾ എല്ലാ ദിവസവും ഫുഡ് തിരക്കി അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ ഒരു ചിന്തയായിരിക്കും. ഫുഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അതത്രയും പുണ്യമായിരിക്കും. അല്ലെങ്കിൽ വെള്ളമെങ്കിലും വെക്കുക. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ, വലിയ ചാനലൊക്കെ ആണെങ്കിൽ അതിൽ കൂടെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം. എൻ്റെ ഈ ചാനൽ ആരും കാണാൻ ചാൻസ് ഇല്ല, 1-2 പേരൊക്കെ കാണുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ ഇങ്ങനെ പറയണം. കാരണം നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ കാണാറുണ്ട് പട്ടിയും പൂച്ചയൊക്കെ ഭയങ്കര വല്ലാത്തൊരവസ്ഥയിൽ റോഡിൽ സൈഡിലൊക്കെ കിടക്കുന്നത്. കഷ്ടമാണ് അവരുടെ കാര്യം. പിന്നെ എൻ്റെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇതിൽ ഇതൊരിക്കലും ലോങ് വീഡിയോസ് ഇട്ടിട്ടില്ല. ഞാൻ ഭാവിയിൽ ഇടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.